ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം അന്തരീക്ഷത്തിൽ പറന്നു നടന്ന 500 രൂപ നോട്ടുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 7:30യോടെയാണ് കമ്പനിപ്പടി മെട്രോ സ്റ്റേഷന് സമീപം 500 രൂപയുടെ നോട്ടുകൾ ഏതോ വാഹനത്തിൽ നിന്ന് റോഡിലേക്ക് വീണത്. പണം നഷ്ടപ്പെട്ട സ്ഥലം അന്വേഷിച്ച് ഉടമെത്തിയപ്പോഴേക്കും കഥയാകെ മാറി. കാണാം ആലുവയിലെ പണക്കഥ. അഞ്ഞൂറ് രൂപ നോട്ടുകൾ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നത് കണ്ട് നാട്ടുകാർ ഞെട്ടി. കഥയറിയാതെ വട്ടം കറങ്ങി. ചിലർ കിട്ടിയതൊക്കെ പെറുക്കി സ്ഥലം വിട്ടു. ആൾക്കൂട്ടം കണ്ടാണ് കമ്പനിപ്പടിയിലെ താമസക്കാരനായ നസീർ സ്ഥലത്തെത്തുന്നത്. ഏതോ പാവത്തിന്റെ പണമെന്ന് മനസ്സിലാക്കിയ നസീർ പോലീസിൽ വിവരമറിയിച്ചു. പണത്തിന് വളരെ ദാരിദ്ര്യം പിടിച്ചിരുന്ന കാലത്ത് നോട്ട് പറക്കണുണ്ടപ്പോൾ എന്നാലും വളരെയേറെ സഹകരിച്ച് നാട്ടുകാരെല്ലാം ആ പണം പെറുക്കി കൂട്ടി. മാത്രമല്ല നാഷണൽ ഹൈവേ ആയതുകൊണ്ട് വാഹനങ്ങൾ വളരെ കൂടുതലുള്ള സമയവും വാഹനങ്ങൾ നിർത്തി നല്ല ബ്ലോക്ക് ആവുകയാണ് ചെയ്തത്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ റോഡിലെ പണം വാർത്തയായി. വാർത്ത കണ്ട് പണം പോയാൽ നസീറിനെ വിളിച്ചു. പത്തടിപ്പാലം സ്വദേശി അഷറഫ് കാക്കനാട്ടെ ഫ്രൂട്ട്സ് കടയിലേക്ക് സാധനം വാങ്ങി സ്കൂട്ടറിൽ തിരികെ പോകുമ്പോഴാണ് പോക്കറ്റിൽ നിന്ന് 40,000-ഓളം രൂപ പറന്നുപോയത്. ഞാൻ ഫ്രൂട്ട്സ് കടയിൽ പൈസയൊക്കെ കൊടുത്ത് ബാലൻസ് പൈസ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. പോക്കറ്റിൽ വെച്ചാൽ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് വെച്ചത്, ഈ വേർക്കുമ്പോൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം 500 നോട്ട് തന്നെയായിരുന്നു. ചില്ലറ സെപ്പറേറ്റ് വെക്കും, 500 ഇങ്ങനെ വെക്കും. അങ്ങനെ വെച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. കടയിൽ വന്ന് ഓട്ടോക്കാരന് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ പൈസ ഇല്ല, കവർ മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെ പോയി എന്താ സംഭവിച്ചെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. കമ്പനിപ്പടിയിലെത്തി പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ അഷറഫ്. കുറച്ച് പണം തിരികെ കിട്ടി. ഇപ്പോൾ 6,500 രൂപ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ 4,500 രൂപ ഒരാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു 4,500 രൂപ വേറൊരാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ബാക്കി പണം ആരുടെ കയ്യിൽ, അതെങ്ങനെ കണ്ടെത്തും? പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വാർത്തയൊക്കെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അധികം ആൾക്കാർ നല്ല ആൾ തന്നെയാണ്, നല്ല ആളുകൾ തന്നെയാണ്. തിരിച്ചു കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷ. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24.